എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇടുക്കി ജില്ലയിലെ വെൺമണി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു സ്പെഷ്യൽ റിസോർട്ട് ഉണ്ട്. ഓക്സിജൻ റെയിൻ ഫോറസ്റ്റ് റിസോർട്ട് എന്നാണ് പേര്. അതായത് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംഗ്ലൈൻഡ് ക്യാബ് ട്രക്ക് കൊണ്ടുവന്നിട്ടുള്ള ഒരു റിസോർട്ടാണത്. അതായത് ഈ കാണുന്ന മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് നമ്മുടെ ഗസ്റ്റിനെ താമസിപ്പിക്കുന്ന കോട്ടേജിലേക്ക് പോകണമെങ്കിൽ ഈ കാണുന്ന ഇംഗ്ലൈൻഡ് ക്യാബ് ട്രക്കിൽ കയറി വേണം പോകാൻ. ഇതൊരു റെയിൽ പാളം പോലെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ട്രെയിൻ വരുന്നത് കാണാം. ഒരു ട്രെയിൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാബ് ട്രക്കിൽ കയറി വേണം ഗസ്റ്റ് അവരുടെ കോട്ടേഴ്സിലേക്ക് പോകാൻ. അപ്പോൾ താഴെ പോയാൽ ഉഗ്രൻ കാഴ്ചകൾ വേറെയും ഉണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മുഴുവൻ ഓക്സിജൻ റെയിൻ ഫോറസ്റ്റ് റിസോർട്ടിലെ കാഴ്ചകളായിരിക്കും. പോകാനുള്ള വണ്ടി താഴ്ത്തിയിട്ടുണ്ട്. സേഫ് ലാൻഡ്. ഓക്കെ, അപ്പൊ നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുകയാണ്. അപ്പൊ ഇതാ ഈ സ്വിച്ച് അങ്ങോട്ട് അമർത്തുക. ആഹാ, ഇതിന്റെ റോപ്പിനൊക്കെ ബലം ഉണ്ടോടെ. താഴോട്ട് പോവാ. ഇതിന് ചുറ്റും ഒരുപാട് മരങ്ങളുണ്ട്, മുളങ്കാടുകളുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, റബ്ബറുണ്ട്. തൊട്ടപ്പുറത്തൊരു വെള്ളച്ചാട്ടമുണ്ട്. പക്ഷെ ഇതിപ്പോ ഏപ്രിൽ മാസമായത് കാരണം വെള്ളമൊന്നുമില്ല. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആട്ടോ. അപ്പോൾ അത് എല്ലാവരും വന്ന് ട്രൈ ചെയ്യണം. കാരണം ഇന്ത്യയിൽ ഇത് ആദ്യമാണ്. ഇതൊരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ളൊരു ട്രക്ക് ആയതുകൊണ്ട് ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ സ്പോട്ട്. പക്ഷെ ഇപ്പോൾ ഒറ്റ തുള്ളി വെള്ളം പോലും ഇല്ല. മഴക്കാലത്ത് വന്നാൽ നല്ലൊരു നാച്ചുറൽ പൂളും നിങ്ങൾക്ക് കാണാം. ഒരു ആർട്ടിഫിഷ്യൽ പൂളും നിങ്ങൾക്ക് കാണാം. റിസോർട്ടിൻ്റെ മെയിൻ ബിൽഡിംഗ്. ഇത് ഒത്ത കാടിന് നടുക്കുള്ളൊരു റിസോർട്ടാണ്. ആകെ അവിടെ 2 ബിൽഡിങ്ങാണുള്ളത്. 2 ബിൽഡിങ്ങിലും ചേർന്ന 8 കോട്ടേജാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച ഗംഭീരമാണ്. പക്ഷേ അത് ഏറ്റവും കൂടുതൽ ആസ്വദിക്കേണ്ടത് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലാണ്. കാരണം ആ സമയത്താണ് ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൽ, അതായത് ഈ പാറക്കെട്ടിൽ വെള്ളം വരിക. ഒരു നല്ല ഗംഭീര കാഴ്ചയായിരിക്കുന്നത് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ റൂം അലോട്ട് ചെയ്ത് കിട്ടി. 301. നമുക്ക് കയറി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. തട്ടിൻ്റെ റൂഫിംഗ് ആണ്, മരത്തിൻ്റെ റൂഫിംഗ് ആണ്. അതിനൊരു തണുപ്പ് അറിയുന്നുണ്ട്. ഒരു കൊറ്റി, ഒരു സോപ്പ്, പിന്നെ കുറച്ച് അലങ്കാരപ്പണികൾ,
വാട്ടർ ഹീറ്റർ ഉണ്ട്, കുപ്പിവെള്ളമുണ്ട്, ബിസ്ക്കറ്റ് ഉണ്ട്, ചോക്ലേറ്റ്സ് ഉണ്ട്, ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഉണ്ട്, ഒരു TV ഉണ്ട്. ഓക്കെ, അത്യാവശ്യം നല്ല ഹൈജീനിക് ആയിട്ടുള്ള ബാത്റൂമാണ്. സോ ഓൾ ടുഗദർ സംഗതി അടിപൊളിയാണ്. ഫുൾ കാടോട് കാട്. ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണല്ലോ. കാട് മൊത്തം ഫോറസ്റ്റ് ആണ്. എന്തായാലും സംഗതി ഉഷാറാണ്, അടിപൊളി. അപ്പോൾ ഇനി അടുത്തതായി നമ്മുടെ പ്രധാന പരിപാടിയിലേക്ക് കിടക്കാം, ഭക്ഷണം. അപ്പോൾ അതേ ചോറുണ്ട്, മോരുകറി ഉണ്ട്, ബീഫ് കറി ഉണ്ട്, പോർക്ക് ഫ്രൈ ഉണ്ട്, അവിയലുണ്ട്, മീൻ കറി ഉണ്ട്, ഒരു ഉപ്പേരി, ഒരു അച്ചാർ, ഒരു പപ്പടം, ഒരു പഴം. ഞാൻ പിന്നെ ജന്മനാൽ സസ്യബുക്ക് ആയതുകൊണ്ട് പച്ചക്കറി ഐറ്റംസൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി. ഇപ്പോൾ ബാക്കിയുള്ള ഐറ്റംസായ പോർക്ക്, ഫിഷ്, മീൻ, ബീഫ് എല്ലാം കൂടി പ്ലേറ്റിലേക്ക് ഇട്ടപ്പോൾ മഴവില്ലിൻ്റെ ഭംഗിയായിരുന്നു. അതങ്ങോട്ട് കുഴച്ച് മറിഞ്ഞ് ആസ്വദിച്ച് കഴിക്കാൻ സാധിച്ചു. ഗംഭീര ഫുഡായിരുന്നു. അത് അൺലിമിറ്റഡ് ഫുഡാണ്, എത്ര വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ആ അവസരം നല്ലോണം മുതലാക്കി. അങ്ങനെ ചെറിയൊരു ഉച്ചമയക്കത്തിന് ശേഷം ഞങ്ങൾ ഈ റിസോർട്ടിനടുത്തുള്ളൊരു വാട്ടർഫോൾസ് ലക്ഷ്യമാക്കി യാത്ര തുടർന്നു. ഞാനിപ്പോൾ പോകുന്നത് കട്ടിൽപ്പാറ വ്യൂ പോയിന്റിലേക്കാണ്. അവിടെ ഒരു ഗുഹ ഉണ്ടെന്ന് പറയുന്നു. ഈ റിസോർട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ ദൂരത്താണ്. അതായത് വെൺമണി ടൗണിൽ നിന്ന് റൈറ്റാണ് എടുക്കേണ്ടത്. നല്ല ഭംഗിയുള്ള നാട്ടുവഴികളിലൂടെയായിരുന്നു ഞങ്ങളുടെ യാത്ര. അതായത് ടാറിട്ട റോഡോ സ്ട്രീറ്റ് ലൈറ്റോ അങ്ങനെ ഒന്നുമില്ലാത്ത നല്ല പക്ക നാട്ടിൻപുറം. ആ നാടിൻ്റെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ അവിടെയുള്ള ഒരു അമ്മച്ചി ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. അത്യാവശ്യം നല്ല കയറ്റവും ഇറക്കമുണ്ട്. ഏകദേശം ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 1.5 കിലോമീറ്ററായി, ഇതുവരെ എത്തിയിട്ടില്ല. എന്തായാലും അത്യാവശ്യം കഷ്ടമാണ്. ഇവിടെ ഈ റോഡിൻ്റെ അവസാനം ഒരു വീടുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഫുള്ള് കാടാണ്. അങ്ങ് ദൂരെ അരുവിയുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവിടെ പോയിട്ടൊരു കുളി പാസ്സാക്കണം. അങ്ങനെ ഏതാണ്ട് 2 കിലോമീറ്റർ ട്രെക്കിങ് കഴിഞ്ഞു. നല്ലൊരു കുളിയും പാസ്സാക്കി ഇതേ താഴേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ഗംഭീര അനുഭവം തന്നെയാണ് ഈ കട്ടിൽപ്പാറ വെള്ളച്ചാട്ടം. അടപ്രഥമൻ ആയിക്കോട്ടെ. അടുത്തതായി ഞാൻ എത്തിയിരിക്കുന്നത് വെൺമണിയിലെ വരിക്കാമുത്തൻ എന്ന് പറയുന്ന ഒരു അമ്പലത്തിൻ്റെ കുന്നിലാണ്. ഞാനെന്തായാലും കുന്ന് കയറാൻ നിൽക്കുന്നില്ല. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഗ്ലാസ് ചൂട് പായസം വാങ്ങിച്ചു, അട, അങ്ങനെ കാട്ടിലെ കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചെത്തി.
അപ്പോൾ ഇനി റിസോർട്ടിൽ കുറച്ച് രാത്രികാല ആക്ടിവിറ്റീസ് ഉണ്ട്. ഒരു ക്യാമ്പ് ഫയർ, പിന്നെ ഒരു ബാർബിക്യൂ, പിന്നെ കുറച്ച് ഡാൻസ്, പാട്ട്, അങ്ങനെ ചില ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്കത് കാണാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് പൂളാണ്. പൂൾ അപ്പോൾ ഈ വെള്ളം ക്ലോറിൻ വാട്ടർ അല്ല, മലയിൽ നിന്ന് വരുന്ന ശുദ്ധമായ വെള്ളമാണ്. ഇത് കണ്ടാലേ അറിയാൻ പറ്റും. അടിപൊളി വെള്ളം. ദേ ഈ പൈപ്പിലൂടെ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഞാനിതാ ചെക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ കാഴ്ചകളാണ് ഈ എപ്പിസോഡിൽ മുഴുവൻ നിങ്ങൾ കണ്ടത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഈ റിസോർട്ട് ഇഷ്ടപ്പെട്ടാൽ ഇങ്ങോട്ട് വരിക, സ്റ്റേ ചെയ്യുക, സന്തോഷിക്കുക, ആനന്ദിക്കുക.